ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ടോട്ട് ബാഗിൽ എങ്ങനെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ ടോട്ട് ബാഗിൻ്റെ മുകളിലേക്ക് വെച്ച് യെല്ലോ കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ ഡിസൈൻ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കുന്നത്. ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ നല്ല ഭംഗിയായി കിട്ടത്തക്ക രീതിയിൽ ഈ ഡിസൈനിനോട് ചേർന്ന് തന്നെ ആയിരിക്കണം നമ്മൾ ട്രേസ് ചെയ്ത് എടുക്കേണ്ടത്. അങ്ങനെ ട്രേസ് ചെയ്തെടുക്കുന്ന സമയത്ത് കൈ തട്ടി പേപ്പർ അനങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നീട് നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ പെയിൻറ്റിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായി ആദ്യമേ തന്നെ ട്രേസ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഞാനിതാ ഇവിടെ ടോട്ട് ബാഗിൻ്റെ ഒരു ഡിസൈൻ പെയിൻറ്റ് ചെയ്ത് ട്രേസ് ചെയ്ത് എടുത്ത് കഴിയാറായിരിക്കുകയാണ്. ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രേസ് ചെയ്ത് തുടങ്ങിയത് എവിടെ നിന്നാണോ അവിടെ നിന്ന് താഴോട്ട് വരാൻ ശ്രമിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്ത ഒരു ഡിസൈൻ്റെ ഭാഗം നമുക്ക് കാണാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനോ പറ്റാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രേസ് ചെയ്ത ഒരു ഡിസൈൻ ഏറ്റവും പൂർണ്ണമായി വരണം എന്നില്ല. അതുകൊണ്ട് ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിത് എൻ്റെ 2 ബാഗുകളാണ് ഞാനിന്ന് ഹാൻഡ് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ടാമത്തേതാണ് ഞാനിപ്പോൾ ട്രേസ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തേത് ട്രേസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലീഫാണ്. ലീവ്സിൻ്റെ ഒരു ട്രേസിങ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലവറിലേക്ക് പോവുകയാണ്. തുളിപ്പ് ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ട്രേസ് കാണിച്ചു തരാം. കണ്ടോ, വളരെ ഭംഗിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായി നമ്മുടെ ഒരു ഡിസൈൻ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ ഏറ്റവും ഭംഗിയായി നമ്മൾ അതിൻ്റെ മുകളിലൂടെ തന്നെ വരച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പെയിൻറ്റിങ്ങിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അത് ഓർത്തിട്ട് വേണം ആദ്യമേ തന്നെ ട്രേസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ബാഗാണ് ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബാഗ് വളരെ ഭംഗിയായി ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് വയ്ക്കുന്നതായിട്ടുള്ള ആ ഒരു ട്രേസിങ് ഭംഗിയാണ് എന്നുള്ളതും അതുപോലെ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ഞാൻ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ്സ് ആണ്. ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ്സ് 2 തരത്തിലുണ്ട്. ഇതിൽ ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് വളരെ കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഒരു പെയിൻ്റാണ്. ഇപ്പോൾ വാട്ടറി ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രഷിൽ അത് ഫ്ലോ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കളേഴ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തിരിക്കുന്നത് ക്രിംസൺ കളർ, പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് യെല്ലോ കളറാണ്, ലൈറ്റ് യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിനോടൊപ്പം ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ കളറും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പെയിൻറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഡിസൈൻ. ഈ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ടോട്ട് ബാഗിനകത്ത് നമ്മൾ സെൻട്രലായിട്ട് ഈ ഒരു വരുന്നതായിട്ടുള്ള സ്ഥലത്ത് ഒരു പേപ്പർ വെച്ചിട്ട് മറയ്ക്കണം. അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ പെയിൻറ്റിങ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാനിതവിടെ ക്രിംസൺ റെഡ് ആവശ്യത്തിന് ഒരു കളർ പാലറ്റിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, ആ ഒരു ബ്രഷിൽ കൊള്ളുന്ന അത്രയും വെള്ളം കൂടി ഈ പെയിൻറ്റിലേക്ക് എടുത്തിട്ട് അതിനെ ഞാൻ ആ പെയിൻറ്റിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ സൈസ് 1ലുള്ള ഒരു പോയിൻറ്റ് ബ്രഷാണ്. ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ക്രിംസൺ കളറിനെ ഞാനൊരു ഔട്ട്ലൈനായിട്ട് ഞാൻ ട്രേസ് ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈനിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രഷിലേക്ക് ഓവർലോഡാക്കി പെയിൻറ്റ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓവർലോഡാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളർ പാലറ്റിലേക്ക് ബ്രഷ് കൊണ്ട് തട്ടിയതിന് ശേഷം മാത്രം ഈ ബാഗിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ ബാഗിലേക്ക് എടുക്കുന്ന പെയിൻറ്റിൻ്റെ അളവ് കൂടുമ്പോഴേക്ക് സ്പ്രെഡായി പോകാനുള്ള സാധ്യതയും ഉണ്ടാകും. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് മൈന്യൂട്ടായിട്ടുള്ള ഡിസൈനിൻ്റെ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് വരച്ചെടുത്തെങ്കിൽ മാത്രമേ അടുത്ത് പെയിൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് വളരെ ക്ലിയറായിട്ട് ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഞാനിതവിടെ 2 ഫ്ലവേഴ്സിനും ഞാൻ ഔട്ട്ലൈൻ ചെയ്തു. അടുത്ത ഔട്ട്ലൈൻ ചെയ്യുന്നത് ഗ്രീൻ കളറാണ്. കളർ പാലറ്റിലേക്ക് കുറച്ച് ഗ്രീൻ കളർ എടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വാട്ടർ ഈ ബ്രഷിലേക്ക് എടുത്ത് അതുമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാനിനി ചെയ്യുന്നത് സ്റ്റെംസിനും ലീവ്സിനുമാണ് ഈ ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ ഔട്ട്ലൈൻ അതേപോലെ തന്നെ ക്ലിയർ ചെയ്ത് വേണം ഈ ഒരു സംഭവം ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ വരയ്ക്കുന്ന സമയത്ത് സ്റ്റെമ്മിലേക്ക്
പോകാത്ത ലീസ് ഉണ്ട്. ആ ലീസ് കറക്റ്റായിട്ട് നോക്കി വരച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഈ സ്റ്റെമ്മൊക്കെ ചെയ്തെടുക്കുമ്പോഴേക്ക് ആ ഒരു റിയലായിട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഔട്ട്ലൈൻ എന്താണോ അതുപോലെ വരയ്ക്കാം. ഇനി ഞാൻ ഈ ഫ്ലവറിലേക്ക് കൊടുക്കുന്ന പെയിൻസാണ്. ഞാൻ ഓൾറെഡി ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞു. അത് ഈ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കാണുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതളിലേക്ക് ഞാൻ ഫസ്റ്റ് ഒരു ഹാഫ് ക്രിംസൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ബ്രഷാണ്. ക്യാമലിൻ്റെ സൈസ് 1ലുള്ള ക്യാമൽ ബ്രഷാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ആദ്യം കാണുന്ന ഇതളിലേക്ക് ക്രിംസൺ റെഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഹാഫ് ഏരിയ ഞാൻ റെഡിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെ നിന്ന് സെൻറ്ററിലേക്കുള്ള ആ ഒരു വശത്തേക്ക് ഞാൻ എടുക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളറ് സെയിം ബ്രഷിൽ എടുത്തതിന് ശേഷം താഴെ നിന്ന് മേളിലേക്ക് അതിനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വരച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് കളറിനെ തമ്മിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേളിലോട്ടും ഈ ഒരു കളറിനെ കമ്പൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ വളരെ ക്ലിയറായിട്ട് വളരെ കോൺസെൻട്രേഷനോട് കൂടി യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു കളറ് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ടോ? ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് റെഡിലേക്ക് അധികം പോകേണ്ട ആവശ്യമില്ല, മേളിൽ വരെ പോകേണ്ട ആവശ്യമില്ല. സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് റെഡ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോഴേക്ക് ഫ്ലവറിന് ഒരു റിയൽ ഫീലിംഗ് ഉണ്ടായി വരുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബ്രഷ് നമ്മുടെ കയ്യിൽ ഏറ്റവും ഭംഗിയായി യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ഈ വരച്ചിരിക്കുന്ന ഇതളിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി പോയിന്റ് ബ്രഷ് എടുത്തതിന് ശേഷം അതിൽ യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സെപ്പറേഷൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ ബ്രഷിൽ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, യെല്ലോ കളർ പെയിൻ്റ് എടുത്തിട്ട് ടിപ്പിൽ നിന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നത്. ഈ യെല്ലോ കളർ ഇങ്ങനെ എടുത്ത് കാണിക്കാത്ത രീതിയിലാകണമെന്നുണ്ടെങ്കിൽ ആ റെഡിനോട് ചേർത്ത് അതിന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ബ്ലെൻഡ് എടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറുകൾ തമ്മിൽ സെപ്പറേറ്റായിട്ട് കാണത്തില്ല, ഒരു റിയൽ ഫീലിംഗ് ഫ്ലവറിന് ഉണ്ടാകുകയും ചെയ്യും. കണ്ടോ? മേളിൽ നിന്ന് ഞാൻ റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്ത റൈറ്റ് സൈഡിലെ തന്നെ അടുത്ത ഇതളിലേക്കാണ് പോകുന്നത്. ഈ ഇതളിലേക്ക് പോരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പോയിന്റ് ബ്രഷാണ്. പോയിന്റ് ബ്രഷ് വെച്ചിട്ട് വളരെ കറക്റ്റായിട്ട് വേണം ഇത് വരച്ചെടുക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ട്രേസ് ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ട്രേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ആ ഒരു ഡിസൈനിൽ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. കണ്ടോ? അടുത്ത ഫ്ലവറിലേക്ക് വരുമ്പോഴേക്ക് ആദ്യത്തെ ഫ്ലവറിൻ്റെ സെപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി റെഡ് യൂസ് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ ആ ഒരു ഇതളിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ എടുക്കുന്നത് യെല്ലോ കളർ തന്നെയാണ്. യെല്ലോ കളർ നമ്മൾ എടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിൽ നിന്ന് സൈഡിലോട്ട്, മുകളിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് ഞാൻ വീണ്ടും യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. കണ്ടോ? യെല്ലോ കളർ കൊടുത്തതിന് ശേഷം ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെഡിനോട് കുറച്ചുകൂടി ബ്ലെൻഡ് വരത്തക്ക രീതിയിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ വേറെ പെയിൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബ്ലെൻഡ് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കൽ കൂടി വരച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ചെയ്തു. ഇവിടെ ലാസ്റ്റ് വരുന്ന ഫ്ലവർ ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലെ ഫ്ലവറിന് ഞാൻ അവിടെ കൊടുക്കുന്നത് യെല്ലോ കളറാണ്. ഈ യെല്ലോ കളർ കൊടുത്തതിന് ശേഷം അതിൻ്റെ റെഡ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഇതള് മടങ്ങിയിരിക്കുന്ന പോലെ തോന്നിക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫ്ലവറിൻ്റെ കുറച്ച് ഭാഗം ഞാൻ യെല്ലോ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ എടുത്തിരിക്കുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ കറക്റ്റായിട്ട് ആ ഫ്ലവറിൻ്റെ റിയൽ ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയും ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു ലെവലിലേക്ക് ആ ഒരു ഇതള് മടങ്ങിയിരിക്കുന്നത് പോലെ തോന്നത്തക്ക രീതിയിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു കോട്ട് എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ടോട്ട് ബാഗ് ആയതുകൊണ്ട് ആദ്യത്തെ കോട്ടിൽ ഇത് കുറേ അബ്സോർബ് ചെയ്ത് പോയി ഈ ഫാബ്രിക്കിലേക്ക്. അപ്പോൾ ഇത് എപ്പോഴാണോ നമ്മുടെ ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ ബ്രൈറ്റായിട്ട് കാണിക്കുന്നത് അത്രയും നേരം ഇതിനെ കൂടുതൽ കോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? മൈന്യൂട്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ ഇതളുകളും കൂടി നമ്മൾ കറക്റ്റായിട്ട്
ഫുള്ളായിട്ട് ആഡ് ചെയ്ത് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ഫീല് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ട്രേസ് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ട്രേസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്ലവറൊക്കെ ഭംഗിയായിട്ട് ഇതുപോലെ കിട്ടത്തുള്ളൂ. ഇനി ഞാനിതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ 3-4 കോട്ട് കൊടുത്താൽ മാത്രമേ, 3-4 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ടുള്ള കളർ കിട്ടത്തുള്ളൂ. രണ്ടാമത് ഞാൻ സ്റ്റെമ്മിലേക്ക് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് സ്റ്റെമ്മിലേക്കും ലീഫിലേക്കും കുറച്ച് ഗ്രീൻ ആഡ് ചെയ്തിട്ട് ഗ്രീൻ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളർ മൊത്തത്തിൽ കൊടുക്കുന്നതിന് മുന്നേ ഈ ലീഫിനിടയ്ക്കുള്ള സ്റ്റെമ്മിന് കൊടുക്കാതിരിക്കണം എന്നുള്ളത് ഓർക്കുക. കാരണം അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ് നമുക്ക്. ലീഫിന് സെൻട്രലിൽ കാണുന്ന ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അത് വിട്ടിട്ട് വേണം ബാക്കി ഗ്രീൻ കളർ ലീഫിന് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റെമ്മ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നമുക്ക് അവിടെ വേറൊരു കളർ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ഫ്ലാറ്റ് ബ്രഷ് വെച്ച് തന്നെ ബാക്കിയുള്ള ലീവ്സിൻ്റെ ഭാഗങ്ങളെല്ലാം ഗ്രീൻ കളർ ചെയ്തെടുക്കണം. ഗ്രീൻ കളറിലേക്ക് ഇനി വേറെ കളർ ഷെയ്ഡ്സോ അല്ലെങ്കിൽ വേറെ മിക്സിങ്ങോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇനി സ്റ്റെമ്മിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഔട്ട്ലൈൻ കൊടുത്തത് യെല്ലോ കളർ വെച്ചിട്ടാണ്. യെല്ലോ കളർ വെച്ചിട്ട് സ്റ്റെമ്മിൽ ഫുള്ള് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യെല്ലോ കളർ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ലീഫിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മുടെ ഈ സ്റ്റെമ്മ് പോകുന്നത്. അപ്പോൾ ലീഫിനെയും സ്റ്റെമ്മിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെമ്മിന് ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഗ്രീൻ കളർ വെച്ചിട്ട് പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ക്ലിയർ ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഒരു സെപ്പറേഷൻ ഇവിടെ ലീഫിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ലീഫിൽ നിന്ന് കാണാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെമ്മിൻ്റെ സൈഡ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ടോട്ട് ബാഗ് റെഡിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്തോളൂ.